നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായ മുൻ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാറിന്റെ പാസ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘം പിടിച്ചെടുത്തത് നിർണായക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ. ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇംഗ്ലണ്ട് യാത്രകളിൽ പത്മകുമാറും പോയെന്നാണ് സംശയം. ഈജിപ്തിൽ ഇവർ യാത്ര ചെയ്തുവെന്നും സംശയമുണ്ട്. പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. CPM നേതാവാണ് പത്മകുമാർ. അതുകൊണ്ട് തന്നെ പുറത്തുവരുന്ന വിവരങ്ങൾ CPMന് വലിയ തലവേദനയാണ്. ആറന്മുളയിലെ വീട്ടിൽ നടത്തിയ റെയ്ഡിലാണ് അന്വേഷണ സംഘം പാസ്പോർട്ട് പിടിച്ചെടുത്തത്. പത്മകുമാറിന്റെയും ഭാര്യയുടെയും ആദായ നികുതി വിവരങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട്. ഇരുവരുടെയും ആസ്തികളിലും അന്വേഷണം നടത്തും. 2017 ശേഷം ഇവർക്ക് സാമ്പത്തികമുള്ളതായി കണ്ടെത്തിയിട്ടില്ല. എന്നാൽ ആറന്മുളയിലെ ബ്യൂട്ടിക് റിസോർട്ട്, മറ്റൊരു വീട് എന്നിവയിൽ ചില സംശയങ്ങളുണ്ട്. ഇതിനെല്ലാം പിന്നിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്ന് സംശയമുണ്ട്. നാലാഞ്ചിറയിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പത്മകുമാർ എത്തിയിരുന്നതായും സംശയമുണ്ട്. 2019 ശ്രീകോവിലെ കട്ടിളപ്പാളി, ദ്വാരപാലക ശില്പങ്ങൾ എന്നിവയിലെ സ്വർണ്ണപ്പാളികളിൽ നിന്ന് സ്വർണം തട്ടിയെടുത്ത ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി ഇംഗ്ലണ്ടിലേക്കും ഈജിപ്തിലേക്കും പോയെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. മറ്റു പ്രതികളുടെ വിദേശയാത്രാ വിവരം പാസ്പോർട്ടിൽ നിന്ന് ശേഖരിക്കുന്നുണ്ട്. പ്രതിപട്ടികയിൽ ഇനി അറസ്റ്റിലാവാനുള്ളവരുടെ പാസ്പോർട്ടുകളും മൊഴിയെടുക്കൽ ഘട്ടത്തിൽ പരിശോധിക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വിദേശയാത്രകളെ കുറിച്ച് സമഗ്രമായ അന്വേഷണവും സമാന്തരമായി നടക്കുന്നുണ്ട്. 2019 കട്ടിളപ്പാളി, ദ്വാരപാലക ശില്പങ്ങൾ എന്നിവയിലെ സ്വർണ്ണപ്പാളികളിൽ നിന്ന് സ്വർണം തട്ടിയെടുത്തതിനു ശേഷമുള്ള കാലഘട്ടത്തെ രേഖകളൊന്നും പത്മകുമാറിന്റെ വീട്ടിൽ നടന്ന റെയ്ഡിൽ അന്വേഷണ സംഘത്തിന് കണ്ടെടുക്കാനായില്ല. പത്മകുമാറിന്റെയും ഭാര്യയുടെയും 2015, 16, 2016, 17 എന്നീ സാമ്പത്തിക വർഷങ്ങളിലെ നികുതി റിട്ടേണുകളുടെ വിവരം കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളവ കണ്ടെത്താനും നീക്കം തുടങ്ങിയിട്ടുണ്ട്. സാമ്പത്തിക ഇടപാടുകൾ പോറ്റിയും പത്മകുമാറും തമ്മിൽ നടന്നുവെന്നാണ് സൂചന. പത്മകുമാറിനെ ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങും. പത്മകുമാറിന്റെ മൊഴിയാണ് ഇനി നിർണായകമാകുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൂടി വരും ദിവസങ്ങളിൽ വീണ്ടും കസ്റ്റഡിയിൽ എടുക്കുമെന്നാണ് വിവരം. പത്മകുമാറിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണിത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം പത്മകുമാർ വിദേശയാത്ര നടത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. താൻ പ്രസിഡന്റ് ആകുന്നതിന് മുൻപ് തന്നെ പോറ്റിക്ക് ശബരിമലയിൽ വലിയ സ്വാധീനമുണ്ടെന്ന പത്മകുമാറിന്റെ മൊഴിയിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമെന്നാണ് സൂചന. ഈജിപ്തിൽ പത്മകുമാർ പോയിട്ടുണ്ടെങ്കിൽ അത് നിർണായകമായി മാറും. സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിലെ മുഖ്യ കേന്ദ്രം പോറ്റി പത്മകുമാർ കൂട്ടുകെട്ടെന്ന നിഗമനത്തിലേക്കാണ് അന്വേഷണം നീളുന്നത്. പത്മകുമാറിന്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത രേഖകളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും തമ്മിലുള്ള പണമിടപാടിന്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. സ്വർണ്ണ കവർച്ചയുടെ പങ്ക് പത്മകുമാർ കൈപ്പറ്റിയതിന്റെ തെളിവാണിതെന്നാണ് SITയുടെ വിലയിരുത്തൽ. ഇത് ഉറപ്പിക്കാനായി പത്മകുമാറിന്റെ വിദേശയാത്രയുടെയും അവിടുത്തെ കൂടിക്കാഴ്ചകളുടെയും വിവരങ്ങൾ SIT ശേഖരിച്ചു തുടങ്ങി. ഇതോടൊപ്പം തന്നെ പത്മകുമാറിനെതിരായ തെളിവ് കൂടുതൽ ബലപ്പെടുത്തുന്നതിന്റെ ഭാഗമായി 2019 ദേവസ്വം ബോർഡ് അംഗങ്ങളെ മാപ്പ് സാക്ഷിയാക്കാനാണ് ആലോചന. ബോർഡ് യോഗത്തിന്റെ മിനിറ്റ്സ് പത്മകുമാർ തിരുത്തിയത് സമ്മതിച്ച അംഗങ്ങളായ KP ശങ്കർദാസും N വിജയകുമാറും മൊഴി നൽകിയിരുന്നു. എന്നാൽ യോഗ തീരുമാനങ്ങൾക്ക് കൂട്ടുത്തരവാദിത്തമെന്ന വിലയിരുത്തലിലൂടെ ഇരുവരെയും അറസ്റ്റ് ചെയ്തേക്കും. അതിനുശേഷം മാപ്പ് സാക്ഷിയാക്കാനുമാണ് ലക്ഷ്യമിടുന്നത്. CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമാണ് ഇപ്പോഴും പത്മകുമാർ. നടപടിക്ക് CPMലും സമ്മർദ്ദമുണ്ട്.